ഗർഭിണിയെ മുഖത്തടിച്ചതിന് സസ്പെൻഷനിലായ SHO പ്രതാപചന്ദ്രൻ പോലീസ് സേനയിലെ സ്ഥിരം വില്ലൻ. എറണാകുളം നോർത്ത് പാലത്തിനടിയിൽ ഉച്ചവിശ്രമത്തിനിടെ പ്രതാപചന്ദ്രൻ മുഖത്തടിച്ചുവെന്നും കള്ളക്കേസ് എടുത്തുമെന്നുള്ള സ്വിഗ്ഗി ജീവനക്കാരന്റെ പരാതിയിൽ ഇന്നും അന്വേഷണം തുടരുകയാണ്. പോലീസ് സ്റ്റേഷനിൽ മോശം പെരുമാറ്റം നേരിട്ടുവെന്ന് ആരോപിച്ച് ഇയാൾക്കെതിരെ നിയമ വിദ്യാർത്ഥിനിയും രംഗത്തെത്തി. പ്രതാപചന്ദ്രൻ 2023 മർദ്ദിച്ചുവെന്നും മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ചെന്നുമാണ് പാലക്കാട് സ്വദേശി പ്രതാപചന്ദ്രൻ 2024 ജൂൺ 20 ഒരു ഗർഭിണിയുടെ മുഖത്തടിച്ചതാണ് കേസിനാസ്പദമായ സംഭവം. നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ജനമൈത്രി പോലീസ് ജനങ്ങളോട് എങ്ങനെയാണ് നീതി കാണിക്കുന്നത്, എങ്ങനെയാണ് നീതി പുലർത്തേണ്ടത് എന്നുള്ള ഒരു മാതൃകയാണ്. ഞാൻ ഇവിടെ എല്ലാ പോലീസുകാരെയും അടച്ചാക്ഷേപിക്കുകയല്ല. നമുക്കറിയാം എല്ലാ പോലീസുകാരും ഇങ്ങനെയല്ല. കുറച്ചൊക്കെ പോലീസുകാര് ഉണ്ട്. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന പോലീസുകാരെ പറയിപ്പിക്കാൻ വേണ്ടി വളരെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ കുറച്ച് കൂട്ടങ്ങളും ഉണ്ട്. അവർക്ക് എന്താണ് ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു ഒരു വസ്തുക്കൾ മാത്രമാണ് അവരുടെ മുന്നിൽ വരുന്ന ജനങ്ങള്, ഒരു പരാതിയുമായിട്ട് വരുന്ന പരാതിക്കാരെ. അവർക്ക് എന്താണോ തോന്നുന്നത് അത് അവരിലോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു തരം സൈക്കോ ത്രില്ലർ പോലീസിന് ഒരു ഉടമയാണ് ഇവിടെ പ്രതാപചന്ദ്രൻ, SHO പ്രതാപചന്ദ്രൻ. എന്തോ ഭാഗ്യം കൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു CCTV ദൃശ്യം കിട്ടി. അത് വളരെ അത്ഭുതകരമാണ്. സാധാരണ ഇങ്ങനെ ഒരു വിഷയം നടന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു CCTV ദൃശ്യം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയതും വളരെ റിസ്കി ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. കാരണം അവര് ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് അവിടെ CCTV കാണണം എന്നുള്ള ഒരു ഉറപ്പില്ല. ഇങ്ങനത്തെ ഇവന്മാര്, അതായത് പോലീസുകാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് രൂക്ഷമായി കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ CCTV ദൃശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു മുറിയിലോ അങ്ങനെ ഒരു സ്ഥലത്തായിരിക്കും ഇവരെന്തെങ്കിലും ചെയ്യുക. പക്ഷെ ഇവിടെ ഇവരുടെ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ അന്ന് ഗർഭിണിയായിരുന്നു, 2 കുട്ടികളുണ്ട്. ഇവരുടെ ഭർത്താവിനേല്, അതായത് തലേ ദിവസം ഇവർക്കൊരു ഹോട്ടൽ മുറിയാണ്, പ്ലസ് ഫ്രണ്ടില് ബാർ സെറ്റപ്പ് ഉണ്ട് ഇവരുടെ വീടിന്റെ ഫ്രണ്ടില്. ഇവരിങ്ങനെ ലോഡ്ജും കാര്യങ്ങളും ഒരു റിസോർട്ട് അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പിൽ ഇവർ ജീവിച്ചു പോവുകയാണ്. അപ്പൊ ഫ്രണ്ടില് ബാറിന്റെ അവിടെ നിന്ന് പോലീസുകാർ വരികയും അവിടെ 2 പയ്യന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്ക് ഇവരുടെ വൈഫ് പറഞ്ഞു, ചേട്ടാ എന്തുകൊണ്ടോ അവിടെ പോലീസുകാർ വന്നു, 2 പേരെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ അത് അന്വേഷിക്കണം, എന്താണ് സാറേ എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ പോയപ്പോൾ ഭാര്യയായിരുന്ന ഇദ്ദേഹം ഒരു വീഡിയോ ദൃശ്യം എടുക്കുകയും അത് പോലീസുകാരെ പ്രകോപിതനാക്കുകയും, അതായത് SHO പ്രതാപചന്ദ്രനെ പ്രകോപിതനാക്കുകയും നീയും കൂടി ഇങ്ങ് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളെയും ഈ വ്യക്തിയും, അതായത് ഈ സ്ത്രീയുടെ ഭർത്താവിനെയും കയറ്റി കൊണ്ടുവരികയാണ്. പിറ്റേ ദിവസം ഇവര് 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുമ്പോൾ കാണും ദൃശ്യം തന്റെ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന പോലീസുകാരെയാണ്. അപ്പം എന്താണ് സാറേ എന്ന് ചോദിച്ച് ചെന്നപ്പോഴത്തേക്ക് ആ സ്ത്രീയുടെ നെഞ്ചത്ത് തള്ളുകയും അവരുടെ മുഖത്തടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത്. അതിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ. അപ്പം ഇതേ തുടർന്ന് ഇന്ന് SHO പ്രതാപചന്ദ്രനോട് ഒരു ചാനലുകാർ ചോദിച്ചപ്പോഴും അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ സ്ത്രീയെ വീണ്ടും അപമാനിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത്. അതായത് അന്ന് അവർ സ്റ്റേഷനോട്ട് ഇടിച്ചു തള്ളി വരികയും വനിതാ ഉദ്യോഗസ്ഥരെ വരെ തള്ളിയിട്ടുകൊണ്ട് ഇടിച്ചു കയറി വരികയും പോലീസുകാരെ ആക്രമിക്കുകയും, അതായത് ഈ പ്രതാപചന്ദ്രനെ മാന്തി മുറിവേൽപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, അതുമല്ല ഇവരുടെ കയ്യിലിരുന്ന വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, ആ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞ് കൊന്നു കളയുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള പിരിവലിയിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് പ്രതാപചന്ദ്രന്റെ ഭാഗത്തുനിന്ന് വന്നത്. നമുക്കിവിടെ പകല് പോലെ ഇങ്ങനെ ഒരു CCTV ദൃശ്യം കിട്ടിയതുകൊണ്ട് ഇതിലെന്താണ് സംഭവിച്ചെന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അത് മാത്രമല്ല, ഈ പ്രതാപചന്ദ്രൻ ഇത് ആദ്യത്തെ സംഭവം, അദ്ദേഹത്തിന് കയ്യബദ്ധം പറ്റിയ ഒരു സംഭവമൊന്നുമല്ല. ഇദ്ദേഹത്തിന്റെ വീരവീര കഥകള് ഈ ഒരു സംഭവത്തോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾക്ക് വരാം. അതുകൊണ്ട് തന്നെ ഇത് ഇദ്ദേഹത്തിന് ഇയാൾക്കൊരു കുരുക്ക് തന്നെയായിരിക്കും, ഊരാക്കുരുക്ക് തന്നെയായിരിക്കും. CI പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ പരാതികൾ. KG പ്രതാപചന്ദ്രൻ മർദ്ദിച്ചതായ ആരോപണവുമായി ജീവനക്കാരൻ രംഗത്ത്. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞതിന് പ്രതാപചന്ദ്രൻ മോശമായി പെരുമാറിയതായി ആരോപിച്ച് യുവതിയും രംഗത്തെത്തി. എന്റെ വീട് എവിടെ ചോദിച്ചു? കാക്കനാടെന്ന് പറഞ്ഞു. കാക്കനാടുള്ളവൻ എറണാകുളത്ത് എന്തിനാന്ന് ചോദിച്ചു. ഞങ്ങൾ കാക്കനാടുള്ളവന് എറണാകുളത്ത് വരാം, എനിക്കറിയില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയില്ല. ഞാൻ ഡെയിലി വരാറുള്ളതാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഹെഡ്സെറ്റിൻ്റെ സാധനം പോക്കറ്റിലുണ്ടായി. അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ ഹെഡ്സെറ്റാന്ന് പറഞ്ഞ് എടുക്കുന്ന സമയത്ത് ലാത്തിക്കടിച്ച്. ഞാൻ പറഞ്ഞു എന്തിനാണ് തല്ലെന്ന് ചോദിച്ചപ്പോഴാണ് മുഷ്ടി ഒരു മുഖത്തടിച്ച്. ഇത് സ്വിഗ്ഗി ജീവനക്കാരൻ റിനീഷിന്റെ തുറന്നു പറച്ചിൽ. 2 വർഷം മുമ്പ് ഒരു കാരണവുമില്ലാതെയാണ് KG പ്രതാപചന്ദ്രൻ തന്നെ മർദ്ദിച്ചതെന്ന് റിനീഷ് പറയുന്നു. പോലീസ് നടപടിയെ ചോദ്യം ചെയ്തതോടെ മർദ്ദനം തുടർന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നുവെന്നും റിനീഷ്. അദ്ദേഹത്തിന്റെ ഫോൺ എടുത്തിട്ട് എന്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ എന്റെ ഫോട്ടോ എടുക്കരുത്, സാറിന് വേണമെങ്കിൽ സാർ ബൈക്കിന്റെ ഫോട്ടോ എടുത്തോളൂ, എന്റെ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു. അയാൾ നിർത്താതെ തന്നെ എന്റെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയപ്പം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു എന്റെ ഫോട്ടോ എടുക്കരുതെന്ന്. അപ്പം അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എനിക്ക് അദ്ദേഹം റിപ്ലൈ തന്നത്. ഒരു സ്ത്രീയോട്, നമുക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് നമുക്ക് ഇതുപോലെ പ്രതാപചന്ദ്രന്റെ പ്രതാപം പോകുമെന്നാണ് നമുക്കിപ്പം പറയാനുള്ളത്. ഇദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ കൊടുത്തു
ഒതുക്കരുത്, ഡിസ്മിസിൽ തന്നെ ഏക്കണം. കാരണം ഇതൊന്നുമല്ല, ഇതൊക്കെ പ്രതാപചന്ദ്രന്റെ വളരെ നിസ്സാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട്, പുറത്ത് പറയാത്തയും കുറെ കാര്യങ്ങൾ ഉണ്ട്. ഇത് ഈ പുള്ളിയെ പേടിച്ച് ഇയാൾ ഒരു സൈക്കോ മെന്റൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇതുപോലെ ആൾക്കാർ വ്യക്തികൾ ഇനിയും ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ ഇനി ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് എന്ത് നീതിയാണ് ലഭിക്കുന്നത്? ഇത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു സംഭവം മാത്രമാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ ധൈര്യമുള്ളത് കൊണ്ടും അവർ പോരാടിയത് കൊണ്ടും കോടതിയിലൂടെ ഇവർക്ക് ഇതിന്റെ CCTV ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് കിട്ടി. എത്രയോ പേർക്ക് ഇതൊന്നും ഒരു CCTV ദൃശ്യങ്ങൾ പോലും എടുക്കാനില്ലാത്ത പല സാഹചര്യത്തിലും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ പ്രതാപചന്ദ്രന്റെ നേരിട്ട് മർദ്ദനം ഏറ്റിട്ടുണ്ട്. എന്തുമാത്രം ആൾക്കാരെ ഇയാള് മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്നുള്ള സർവീസിൽ ഇദ്ദേഹം അർഹനാണോ എന്ന് വളരെയധികം ചിന്തിച്ച് വേണം പിണറായി സർക്കാർക്ക് ഇച്ചിരിയെങ്കിലും ജനങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇതൊക്കെ അല്പം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഗുണകരമായിരിക്കും എന്നാണ് എനിക്ക് ഈ ഒരവസരത്തിൽ പറയാനുള്ളത്. പറഞ്ഞു പോവുകയാണ്. 3-4 പോലീസുകാർ ഇവർ കൊണ്ടുവന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ട് ഓരോരുത്തരായിട്ട് ചോദിക്കാൻ തുടങ്ങി, ഈ സാധനം അടിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അടുത്ത പോലീസുകാർ വന്നിട്ട് ചോദിക്കും, നീ ഏത് സാധനം അടിച്ച്, MDMA ആണോ കഞ്ചാവാണോ എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് മറ്റേ ഷൂട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മുടി നാടി നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ അത് പോയിട്ട് ആ ഒരു ഇത് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഫുള്ള് പെരുമാറുന്നത് വെച്ചാൽ ഞങ്ങൾ എന്തോ ഉപയോഗിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ച പോലെ. KG പ്രതാപചന്ദ്രനെതിരെ പാലക്കാട് സ്വദേശിയായ യുവനടനും നിയമപോരാട്ടം തുടരുകയാണ്. കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി മർദ്ദിച്ചെന്നാണ് യുവനടന്റെ പരാതി. കലൂർ ദേശാഭിമാനി ജംഗ്ഷനിൽ ഇവിടെ ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേടിനെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ പരം ഒരു നാണക്കേട് നമുക്ക് വേറില്ല. ഇത് മാത്രമല്ല, അത് എറണാകുളത്ത് നടക്കുന്ന ലഹരി പാർട്ടികളുടെ കുറേയധികം കാര്യങ്ങൾ തന്നെ ഇവിടെ ഒരു ഗുണ്ട തലവൻ തന്നെ മീഡിയയുടെ മുന്നോട്ട് വിളിച്ചു പറഞ്ഞിട്ട് അതിൽ നടപടി എടുക്കാത്ത പോലീസുകാരനെ കുറിച്ച് ഒരു വിമർശനം വരുന്നുണ്ട്. അത് ആ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്, പോലീസുകാരന്റെ കഴിവുകേടാണ്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ജനങ്ങളായ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്താണ് തോന്നിയത്. അപ്പം നിങ്ങൾ ഈ വിഷയത്തിലൂടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.